ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ്. വീക്ക് ഡേ ആണ്. നമുക്ക് രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കണം. ആക്ച്വലി എൻ്റെ മുഖം കുറച്ച് വീങ്ങിയിരിപ്പുണ്ട്, കാരണം ഞാൻ എണീറ്റ് മുഖമൊക്കെ കഴുകി അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ ക്ലൈമറ്റ് ഇച്ചിരി നേരം ആ ഒരു സൂര്യൻ ഉദിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് വെയിലടിച്ചു, അത് കഴിഞ്ഞ് അങ്ങ് പോയി. അപ്പം ഇന്ന് ഓഫീസിൽ ശ്രീഹരിക്ക് കൊണ്ടുപോകാൻ ചോറാണ്. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടൊരു പുളിശ്ശേരി വെക്കാമെന്ന്. ആക്ച്വലി അതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേനും അവിടെ പച്ചക്കറി കടയിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്ത്, എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങ് ഭയങ്കര തിക്കും തിരക്കുമായിട്ട് എനിക്കങ്ങോട്ടൊന്നും എടുക്കാനും പറ്റുന്നില്ല. ഞാൻ സാധാരണ മിനി വ്ലോഗ് എടുക്കുമല്ലോ, അതിൻ്റെയൊക്കെ എനിക്ക് അതും പറ്റിയില്ല. അപ്പം കുറച്ച് നേരം അതിനകത്തിരുന്നപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് ശ്രീഹരിയാണ് പിന്നെ ബില്ലൊക്കെ പേ ചെയ്തതൊക്കെ ഞാനിങ്ങനെ ഇറങ്ങി വന്നു. അപ്പം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ തേങ്ങയും പിന്നെ ആപ്പിളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. ഞാനൊരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇന്ന് എനിക്ക് എടുക്കാൻ തിരക്ക് കാരണം പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഒഴിച്ച് വെള്ളരിക്ക, കുമ്പളങ്ങ ആ ഒരു ടൈപ്പ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ലാപ്പാടെ ക്യാരറ്റ് ഉള്ളായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചാണ് ക്യാരറ്റ് കൊണ്ട് പുളിശ്ശേരി വെച്ചാലെന്ന്. ഇതുവരെ ഞാൻ വെച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഉണ്ട്, ക്യാരറ്റ് കൊണ്ട് പുളിശ്ശേരി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇന്ന് അതാക്കാം. ഒഴിക്കാനായിട്ട് ക്യാരറ്റ് കൊണ്ട് പുളിശ്ശേരിയും വെക്കാം. പിന്നെ കോവയ്ക്ക് ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു, അത് മെഴുക്കുവരട്ടി ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ ചീര ഞാൻ ഇന്നലെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചീര തോരൻ എന്തായാലും ഇന്നുണ്ട്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടി. ചിലപ്പം ഞാൻ മുട്ട പൊരിക്കുമായിരിക്കും. ഇനി ക്യാരറ്റ് പുളിശ്ശേരി തേങ്ങ അരച്ച വെക്കാൻ പോകുന്നത്, ഞാൻ ചുമ്മാതല്ല. എന്തായാലും അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു തേങ്ങ അരയ്ക്കാതെ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ കൊടുത്ത്. പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് തന്നെ വെക്കാമെന്ന്. കാരണം ക്യാരറ്റ് പൊതുവെ ഇവിടെ പച്ചയ്ക്ക് സാലഡായിട്ട് തിന്നാൻ വലിയ കുഴപ്പമില്ല, അല്ലാതെ ഈ ക്യാരറ്റ് തോരൻ വെക്കുന്ന വലിയ ഇഷ്ടമില്ല. പക്ഷെ ദോശയ്ക്കകത്തിട്ടാലും പുലാവിനകത്തിട്ടാലും ഒക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്യാരറ്റ് തോരൻ തന്നെ ബീൻസിൻ്റെയും ക്യാബേജിൻ്റെയും ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. എനിക്കും ആക്ച്വലി അങ്ങനെ തന്നെയാണ്. എനിക്കും ക്യാരറ്റ് തന്നെ തോരൻ വെക്കുന്നത് ഇഷ്ടമല്ല. എന്താണെന്ന് അറിയത്തില്ല, ബീൻസ് മിക്സഡ് തോരനുകളിനകത്തും ഇതിനകത്തൊക്കെ ക്യാരറ്റ് കിടന്നുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പച്ചയ്ക്ക് സാലഡായിട്ട് കഴിക്കുക കുഴപ്പമില്ല. ശ്രീഹരിക്ക് അങ്ങനെ തന്നെ. അപ്പം ക്യാരറ്റ് തന്നെ പുളിശ്ശേരി വെച്ചാൽ എന്താ ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് വരുമെന്ന് അറിയത്തില്ല. നമുക്ക് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീട്ടിലൊന്നും ഞാൻ വെച്ചൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പം ശ്രീഹരി സാലഡ്സ് കുറച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ക്യാരറ്റൊക്കെ ഡെയിലി സ്വല്പം, ഒത്തിരി ഒന്നും കഴിക്കത്തില്ല, ഒരു പകുതി ക്യാരറ്റും പിന്നെ കുറച്ച് കുക്കുംബറും ഒക്കെ ശ്രീഹരി രാത്രി കഴിക്കും. അപ്പോൾ ഞാനും കഴിക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ മടിക്ക് ഞാൻ ചിലപ്പോൾ മറന്നുപോകും, അല്ലെങ്കിൽ ചിലപ്പം ഞാനങ്ങ് ഓർക്കത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ ആക്കാണ്. അപ്പം ഞാൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഞാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ വീഡിയോ, കാരണം ഇത് ഒത്തിരി നേരത്തെ പോകണ്ട ശ്രീഹരിക്ക്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താലോന്ന് ആലോചിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ മുട്ട പൊരിക്കും, മുട്ടയും കൂടെ വെക്കും. നല്ലൊരു ലഞ്ച് ബോക്സ് ആവും. ക്യാരറ്റ് പുളിശ്ശേരി, നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി, ചീരത്തോരൻ, മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിലും. അച്ചാർ അധികം ശ്രീഹരി കൊണ്ടുപോകാൻ ശ്രീഹരിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അച്ചാർ. അതാണ് ഞാൻ കൂടുതൽ അച്ചാർ ഞാൻ എൻ്റെ ഒരു ഇതിനെ ചിലപ്പം വെക്കത്തുള്ളൂ. ഇത്രയും ഉള്ളത് കൊണ്ട് ഞാൻ അച്ചാറൊന്നും അധികം അങ്ങനെ വെക്കാറില്ല. പിന്നെ ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തിനാ വെറുതെ അച്ചാർ ഒക്കെ കുറേ കഴിച്ചിട്ട് കുറേ ഉപ്പൊക്കെ അകത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്രീഹരിക്കാട്ടിലും ഞാനാണ് അച്ചാർ കൂട്ടുന്നതെന്ന്. എനിക്ക് കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇഷ്ടമാണ്. അത് ഞാൻ ചിലപ്പം കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ കൂട്ടും. അപ്പം നമുക്ക് ക്യാരറ്റ് വേവിക്കാൻ വയ്ക്കാം. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും എല്ലാം റെഡിയാണ് ഇവിടെ.
അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്യുന്ന രാത്രിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് വേവിക്കാനും കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. അരി ഓൾറെഡി വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീരയും ക്യാരറ്റും പിന്നെന്താണ് കോവയ്ക്കയും എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുമ്മിയതും ഇരിപ്പുണ്ട്. അതുകൊണ്ട് എളുപ്പം നമുക്കിതെല്ലാം വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഒരു പകുതി, ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയേ ഉള്ളെന്ന് തോന്നുന്നത്, അതിങ്ങനെ കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ സാധാരണ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ പുളിശ്ശേരിക്ക് വേവിക്കുന്ന പോലെ തന്നെ വേവിക്കാൻ വെക്കുക. പിന്നെ കോവയ്ക്ക നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം കോവയ്ക്കയും പച്ചമുളകും ഉപ്പും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുക. അതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുക. കോവയ്ക്കകത്തും വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ വേറെ മെഴുക്കുവരട്ടിക്ക് പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പം നമ്മൾ പുളിശ്ശേരിക്കുള്ളത് വേവിക്കാൻ വെച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു. നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ള എണ്ണയിലെല്ലാം വഴറ്റി വെച്ചു. ഇനി നമുക്ക് ജീരത്തോരൻ ഉണ്ടാക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ദോശയും ചമ്മന്തിയാണ്. അപ്പം അത് പെട്ടെന്നാവുമല്ലോ. അത് പ്രത്യേകിച്ച് അങ്ങനെ വീക്ക് ഡേയ്സിൽ വലിയ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വലിയ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകളൊന്നുമില്ല. മിക്കവാറും ദോശയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി. ഇന്ന് ചമ്മന്തിയാണ്. ആക്ച്വലി തിങ്കളാഴ്ച ദിവസങ്ങളിൽ സാധാരണ സാമ്പാർ വെക്കുന്ന, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എനിക്ക് അതിനുള്ള കഷ്ണങ്ങളൊന്നും വലുതായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇന്നങ്ങ് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പം നമുക്ക് ഇനി അരപ്പ് അരയ്ക്കാം. പുളിശ്ശേരിയുടെ അരപ്പ് അരച്ചിട്ട് ഇത് പെട്ടെന്ന് വേഗം, ക്യാരറ്റിന് അധികം സമയമൊന്നും വേണ്ടല്ലോ വേകാനായിട്ട്. വേഗം അരപ്പ് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഞാൻ തിരുമ്മിയെല്ലാം വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അരപ്പ് അരയ്ക്കണം, ചമ്മന്തി അരയ്ക്കണം. അപ്പോഴത്തേനും ബാക്കിയെല്ലാം ആയിക്കിട്ടും. അരി ഓൾറെഡി എല്ലാം വിസിലെല്ലാം അടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും ഇന്ന് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ദിവസമാണ്. ഇന്ന് എത്ര ദിവസത്തിന് ശേഷം എന്നറിയാം ഇന്ന് കുറച്ച് വെട്ടം വരുന്നത്. അപ്പം ഞാൻ ശ്രീഹരിയും കൂടെ കുറച്ച് വെയിൽ കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ഒത്തിരി ദിവസത്തിന് ശേഷമാണ് രാവിലെ ഒരു വെയിലൊക്കെ വരുന്നത്. ഇന്നലെയൊക്കെ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായി. ഇങ്ങനെ അങ്ങ് മൂടിക്കിടന്നൊരു എത്ര ദിവസമായെന്നറിയാം. ഇന്ന് കുറച്ച് വെട്ടം വെളിച്ചമുണ്ട്. എൻ്റെ അടുക്കള കണ്ടില്ല, രാവിലെ തന്നെ നല്ല വെളിച്ചം. വെയിലുണ്ടെങ്കിൽ നല്ല വെളിച്ചം. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇതിനകത്ത് ആകപ്പാടെ വെളിച്ചം കയറുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കള മാത്രമേ ഉള്ളൂ. ബെഡ്റൂമിലും ഹോളിലും ഒന്നും വെളിച്ചം വരത്തില്ല. ബാൽക്കണി അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ബാൽക്കണി ഫുൾ തുറന്നല്ല, അതിന് വാതിലുണ്ടല്ലോ, അത് ഇങ്ങോട്ട് ആ ജനലിൽ നിന്ന് ശകലേ അടിക്കത്തുള്ളൂ. പക്ഷെ ഈ അടുക്കളയിലെ ഈ ജനലിൻ്റെ ഇവിടെ നിന്നാണ് രാവിലെ നല്ല വെളിച്ചം വരും, നല്ല പോലെ വെളിച്ചം വരും. ഈ ഒരു അടുക്കളയിലാണ് ഇവിടെ ആകപ്പാടെ വെട്ടം കിട്ടത്തുള്ളൂ, ഡേ ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കുറച്ചു നേരം പോയി വെയിൽ കൊണ്ട്, എത്ര ദിവസമായെന്നറിയാം വെയിൽ വന്നിട്ട്. എന്നാൽ മഴ ഈ പറയുന്ന പോലോട്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇപ്പം ഈ കഴിഞ്ഞ ഈ ഒരൊന്നൊന്നര ആഴ്ച ഇടയ്ക്കൊന്ന് മഴ വന്ന് ചാറി പോകുമെന്നുള്ള, അല്ലാതെ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വെട്ടമില്ല, വെളിച്ചമില്ല. ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ ഇരുണ്ടുകൂടി ഇങ്ങനെ നിൽക്കും, തണുപ്പുമുണ്ട്. ഇന്നാണ് കുറച്ചൊന്ന് ഒരു പ്രകാശമുള്ള ദിവസം വന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ചമ്മന്തി അങ്ങ് കടുവറുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം. ക്യാരറ്റ് ആകുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ശകലം മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പം എരിവിന് പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചമ്മന്തിക്കും കൂടെ അങ്ങ് അരച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് അരയ്ക്കാം.
അപ്പോൾ ഞാൻ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി ഞാൻ ചമ്മന്തി അരയ്ക്കുകയാണ്. നമ്മുടെ ദോശയ്ക്കുള്ള ചമ്മന്തിയാണ്. നമ്മുടെ സാധാരണ വെള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചുള്ള ചമ്മന്തി. അപ്പം ദോശ ഞാൻ ചുട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ഇതൊക്കെ ആയിട്ട് അവസാനം ലാസ്റ്റ് ദോശ ചുട്ടാൽ മതി. ചമ്മന്തി ഞാൻ നേരത്തെ അങ്ങ് അരച്ച് കടുക് വറുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് ഉള്ള അരപ്പ് റെഡിയാക്കാം. ചമ്മന്തി കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് നമുക്ക് കടുക് വറുത്ത് ചമ്മന്തി ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനത് ചമ്മന്തിക്ക് കടുക് വറുത്തും വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം അതിന് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി ചേർക്കുന്നുണ്ട്, പിന്നെ ചെറിയുള്ളി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പം നമ്മുടെ ക്യാരറ്റ് ഏകദേശമൊക്കെ വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ച് അതിൻ്റെ കൂടെ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ആ അരപ്പൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് തിളയ്ക്കുന്ന വെച്ച് ഇങ്ങനെ ബബിൾസ് വരുമ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ആയത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ തൈര് ശകലം ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. തൈരോ മോരോ എന്ത് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ദോശയും കൂടെ ചുട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഒക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മുടെ ചീരത്തോരനാണ് വെക്കുന്നത്. കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്തതിന് ശേഷം ചീര ഞാനതെല്ലാം തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം മിക്കവാറും എല്ലാ വീഡിയോയിലും എനിക്ക് ചീരത്തോരനും ഉള്ളതാണല്ലോ. അപ്പോൾ ചീര ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് താളിച്ചൊഴിക്കാം. കടുക്, ജീരകം, ഉലുവ, നമ്മുടെ മുളക്, കറിവേപ്പില, കുഞ്ഞുള്ളി ഇത്രയും ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഒരു രസത്തിനുണ്ടാക്കാൻ പറ്റുന്ന പുളിശ്ശേരിയാണ് ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പുളിശ്ശേരി കൂടുതലും ഞങ്ങൾക്ക് പുളിശ്ശേരികൾ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇതും കുഴപ്പമൊന്നും തോന്നിച്ചില്ല. എന്ന് വെച്ച് ഭയങ്കരമായി ഇഷ്ടമൊന്നും പെട്ടില്ല, കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഒരു മുട്ടയും കൂടെ പൊരിക്കാം. അന്ന് മുട്ട പൊരിക്കുന്നത് ഞാൻ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഉപ്പും ഇത്തിരി മുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഉള്ളിയൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഇത് ഞാൻ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് ആ ഒരു ഉണ്ണി ഇങ്ങനെ ശ്രീഹരിക്ക് ഇങ്ങനെ ബുൾസൈ മോഡലിൽ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. 2 സൈഡ് ഇങ്ങനെ മൂത്തിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല ലഞ്ച് ബോക്സിൽ വെക്കുമ്പം 2 സൈഡ് മൂപ്പിച്ച് വെക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു. എന്നിട്ട് ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. കോവയ്ക്ക മെഴുക്കുവരട്ടി, മുട്ട പൊരിച്ചത്, നമ്മുടെ ചീരത്തോരൻ, പുളിശ്ശേരി. അപ്പോൾ ഇത്രയാണ് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ അച്ചാറൊന്നും വെച്ചില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം അടച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനിയും ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഉച്ച വരെയുള്ള പരിപാടികളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.